ഈ കാണുന്ന വീഡിയോ ഒന്ന് ശ്രദ്ധിച്ച് നോക്കുക കേട്ടോ. ഇത് ഒരാളുടെ മൂത്രത്തിലെ ഒരു തുള്ളി എടുത്തിട്ട് മൈക്രോസ്കോപ്പിൽ വെച്ച് നോക്കിയതാ. ഇതൊരു പുരുഷൻ്റെ ആയിരുന്നു. ആ കാണുന്നത് ഒരു ജീവിയാണ്. ഒരു ഒറ്റ കോശമുള്ള ഒരു പരാതം. ഒരു വൺ സെൽഡ് പാരസൈറ്റ്. അതിൻ്റെ പേരാണ് ട്രൈക്കോമോണാസ്. നമുക്കൊന്ന് പോസ് ചെയ്യാം. ഈ ട്രൈക്കോമോണാസ് എന്ന് പറയുമ്പോൾ ഇതൊരു വൺ സെൽഡ് പാരസൈറ്റ് ആണ്. അത് നമുക്ക് സെക്ഷലി ട്രാൻസ്മിറ്റഡ് ഡിസീസസിൽ വരുന്നതാണ്. അതായത് സുരക്ഷിതമല്ലാതെ ഉള്ള ശാരീരിക ബന്ധത്തിലൂടെ ഏർപ്പെട്ടാൽ ഉണ്ടാവാൻ പറ്റുന്ന ഒരു അസുഖമാണ്. ഇപ്പോൾ കോണ്ടം പോലത്തെ സുരക്ഷാ മാർഗ്ഗങ്ങളൊന്നും ഉപയോഗിക്കാതെ ഈ അസുഖമുള്ള ഒരാൾ വേറൊരാളുമായിട്ട് ശാരീരിക ബന്ധത്തിൽ ഏർപ്പെട്ടാൽ ഈ രോഗം ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് പകരാം. അപ്പോൾ ഇതിങ്ങനെ മൂവ് ചെയ്യുന്നതിൻ്റെ റീസൺ എന്ന് വെച്ചാൽ അതിന് വാലുണ്ട്. ആ വാല് വെച്ചിട്ടാണ് ഇത് ഈ വാൽമാക്രിയെ പോലെ മൂത്രത്തിലൂടെ ഇങ്ങനെ നീന്തി കളിക്കുന്നത്. ഇത് സാധാരണയായി സ്ത്രീകളിൽ ചൊറിച്ചിൽ, പിന്നെ അസ്വസ്ഥത അല്ലെങ്കിൽ അമിതമായ വെള്ളപ്പൊക്ക് എന്ന രീതിയിലൊക്കെ നമുക്ക് സിംറ്റംസ് വരാം. പക്ഷേ പുരുഷന്മാരിലാണെങ്കിൽ അധികം സിംറ്റംസ് ഉണ്ടാവണമെന്നില്ല. ചിലപ്പോൾ സിംറ്റംസേ ഉണ്ടാവില്ല. ഇനി ഉണ്ടെങ്കിൽ തന്നെ ചിലപ്പോൾ ചെറിയൊരു നീറ്റൽ മൂത്രമൊഴിക്കുന്ന സമയത്ത് അങ്ങനെയൊക്കെ ഉണ്ടാവുള്ളൂ. സ്ത്രീകളുടെ ശരീരം എന്ന് പറഞ്ഞാൽ ഇവയ്ക്ക് വളരാൻ വളരെ അനുയോജ്യമായ ഒരു ഘടനയാണുള്ളത്. കാരണം ഒരുപാട് ഒരു ഈർപ്പമുള്ള, അതായത് മോയ്സ്ചറൊക്കെയുള്ള ഒരു സ്ഥലമാണ്. അവർക്ക് വളരാൻ വളരെ അനുയോജ്യമായുള്ളൊരു ഘടനയാണ് അവിടെ ഉള്ളത്. പക്ഷേ പുരുഷന്മാരുടെ ആണെങ്കിൽ വളരെ നാരോ ആയിട്ടുള്ള ഇടുങ്ങിയ മൂത്രനാളമാണ്. പിന്നെ അതിൽ തന്നെ നല്ല നീളമുള്ളതാണ്. പിന്നെ ഈ വളരെ വളരെ നാരോയും നീളവും ഉള്ളതുകൊണ്ട് തന്നെ അവർ മൂത്രമൊഴിക്കുമ്പോൾ നല്ല ശക്തിയായിട്ടാണ് മൂത്രമൊഴിക്കുക. ആ സമയത്ത് എന്താ സംഭവിക്കുക? ഇതൊക്കെ ഫ്ലഷ് ചെയ്ത് പോകും. നമ്മൾ വെള്ളം ഫ്ലഷ് ചെയ്യൂലേ, ബാത്റൂമിൽ വെള്ളം ഫ്ലഷ് ചെയ്യുന്ന പോലെ ഇത് ഫ്ലഷ് ചെയ്ത് പോകും, നല്ല സ്ട്രോങ് ആയിട്ട് പോകുമ്പോൾ. പക്ഷേ എന്നാൽ അതുകൊണ്ട് തന്നെ പലപ്പോഴും പുരുഷന്മാരിൽ ഈ അസുഖം ചിലപ്പോൾ ഫുള്ളായിട്ട് അങ്ങ് സ്വന്തമായിട്ട് ശരിയാവാം. അങ്ങനെയാണെങ്കിൽ കൂടി ആ ഒരു ടൈമിൽ അവർക്ക് ഡിസീസ് ട്രാൻസ്മിറ്റ് ചെയ്യാം. ഈ പാരസൈറ്റിനെ നമ്മുടെ പങ്കാളിയിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ സാധിക്കും. അപ്പോൾ അത് സൂക്ഷിക്കണം. ഇത് നിങ്ങൾ പേടിക്കേണ്ട ഒരു അസുഖമല്ല. ഇതിൽ നാണക്കേട് വിചാരിക്കേണ്ട കാര്യവുമില്ല. ഇതിൻ്റെ ട്രീറ്റ്മെൻറ്റ് വളരെ ലളിതവുമാണ്. ആൻറ്റിബയോട്ടിക്സ് ആണ്. അത് ഡോക്ടറെ കണ്ടിട്ട് അതിനുള്ള ട്രീറ്റ്മെൻറ്റ് എടുക്കണം. എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് രണ്ട് പങ്കാളികളും ഒരുമിച്ച് മരുന്ന് കഴിക്കേണ്ടിയിരിക്കുന്നു. കാരണം ഒരാൾക്ക് മാറിയാലും മറ്റേയാളിൽ നിന്ന് വീണ്ടും അത് പകരാനുള്ളൊരു അവസ്ഥ ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയാണത്. അപ്പോൾ ഇതാണ് നമ്മുടെ ട്രൈക്കോമോണാസ് എന്നുള്ള പരാതം. ഇത് ആക്ച്വലി വളരെ കോമൺ ആയിട്ട് കാണപ്പെടുന്ന ഒരു സെക്ഷലി ട്രാൻസ്മിറ്റഡ് ഡിസീസുമാണ്. നമുക്കൊരു കാര്യം ചെയ്യാം. നമുക്ക് ആ ഒരു വീഡിയോ ഫുള്ളായിട്ട് ഒന്നും കൂടെ കാണാം. കുറച്ച് സെക്കൻഡ്സേ ഉള്ളൂ. അതിൻ്റെ അത് നിങ്ങൾക്ക് ശ്രദ്ധിച്ചാൽ ഇതിങ്ങനെ മൂവ് ചെയ്യുന്ന കാണാം. ചിലതിന് സ്പീഡ് കൂടുതലും കുറച്ചുണ്ടാവും. ഓക്കെ, നമുക്ക് വീഡിയോയിലേക്ക് പോകാം. കണ്ടോ? ഇതൊക്കെ ഒരു നോക്കുവാണെങ്കിൽ ഒരൊറ്റ കോശമേ ഉള്ളൂ. ആ ഓർഗാനിസം എന്ന് പറയുന്നത് ആ ഒരൊറ്റ സെല്ലാണ്, വൺ സെൽഡാണ്. അതുകൊണ്ട് മൂവ് ചെയ്യുന്നത് കണ്ടോ? അതിങ്ങനെ സ്ക്രൂ പോലെയൊക്കെ ചെറുത് മൂവ് ചെയ്യുന്നത് കണ്ടോ? കറങ്ങി കറങ്ങി കറങ്ങി. ഇത് മൂത്രം എടുത്തിട്ട് വേറൊരു സ്റ്റെയിനിങ് ഒന്നും ചെയ്തിട്ടില്ല. ഒരു മൂത്രം എടുത്തിട്ട് ഒരു തുള്ളി എടുത്ത് ഗ്ലാസ് സ്ലൈഡിൽ വെച്ച് മൈക്രോസ്കോപ്പിൽ വെച്ച് നോക്കുകയാണ് കേട്ടോ. അപ്പോൾ അതായിരുന്നു ട്രൈക്കോമോണാസ് എന്ന പാരസൈറ്റ്. ഇനിയും ഇതേപോലത്തെ വീഡിയോസ് ഉണ്ടാക്കുന്നതായിരിക്കും. എനിക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നുന്നതും നിങ്ങൾക്ക് ഇൻട്രസ്റ്റിംഗ് ആവുമെന്ന് ഞാൻ വിചാരിക്കുന്നതും നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുമെന്ന് ഞാൻ വിചാരിക്കുന്നതുമായിട്ടുള്ള വീഡിയോസ് ഉണ്ടാക്കാൻ ശ്രമിക്കും സമയം കിട്ടുമ്പോഴും. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും താല്പര്യം ഉണ്ടെങ്കിലോ നിങ്ങൾക്ക് എന്തെങ്കിലും അറിയണമെന്ന് ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിലോ കമൻറ്റ് ചെയ്യുകയാണെങ്കിൽ എനിക്ക് ഉണ്ടാക്കാൻ പറ്റുന്നതാണെങ്കിൽ ഞാൻ ശ്രമിക്കാം കേട്ടോ. ശരി, ബൈ.